ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇലക്ട്രോണിക് മെക്കാനിക് മലയാളം. ഇന്നത്തെ വീഡിയോ സ്റ്റാറുകളെ കുറിച്ചാണ്. LED ഉപയോഗിച്ചുള്ള ക്രിസ്മസ് സ്റ്റാറുകൾ കംപ്ലൈൻ്റ് ആയാൽ അത് എങ്ങനെ നന്നാക്കി എടുക്കാമെന്നതിനെ കുറിച്ചാണ് ഇന്ന് കാണിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ളത് LED വെച്ചിട്ടുള്ള സ്റ്റാറുകളാണ്. പഴയ കാലത്ത് ഫിലമെന്റ് ലാമ്പുകളും സ്റ്റാർട്ടർ ബൾബുകളും ഉപയോഗിച്ചായിരുന്നു സ്റ്റാറുകൾ ഉണ്ടാക്കിയിരുന്നത്. LED സ്റ്റാറുകളുടെ ഒരു പ്രധാന പ്രശ്നമാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്ന ചെറിയൊരു പവർ സപ്ലൈ യൂണിറ്റ് ഉണ്ട്, അത് കംപ്ലൈൻ്റ് ആയി പോവുക എന്നുള്ളത്. സാധാരണഗതിയിൽ ഇത്തരം സ്റ്റാറുകൾ കംപ്ലൈൻ്റ് ആയി കഴിഞ്ഞാൽ നന്നാക്കി എടുക്കാൻ ശ്രമിക്കാറില്ല, പകരം പുതിയൊരെണ്ണം വാങ്ങാറാണ് പതിവ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ തുച്ഛമായ ചിലവിൽ കംപ്ലൈൻ്റ് ആയ സ്റ്റാറുകൾ നന്നാക്കി എടുക്കാവുന്നതാണ്. ബോർഡുകൾ കത്തിപ്പോയാലും LED പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ കാണുന്ന സ്റ്റാറിൻ്റെ ഈ ബോർഡ് കത്തിപ്പോയതാണ്. നമ്മൾ ആദ്യമായി ചെയ്യേണ്ടത് ഈ LEDകൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളതാണ്. മൾട്ടിമീറ്റർ ഉപയോഗിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ ബാറ്ററി ഉപയോഗിച്ചോ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ മൾട്ടിമീറ്ററിൽ ഡയോഡിൻ്റെ സിമ്പൽ കാണിച്ചിട്ടുള്ള പൊസിഷനിൽ ഇട്ടതിന് ശേഷം മൾട്ടിമീറ്ററിൻ്റെ പ്രോബ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുകയാണ്. ഇങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഓരോ LEDയും പ്രകാശിക്കുന്നതായി കാണാം. ഈ LEDകളെല്ലാം സീരിയലായാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. മൾട്ടിമീറ്റർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു ബാറ്ററി ഉപയോഗിച്ചും നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ബാറ്ററി എന്ന് പറഞ്ഞത് നമ്മൾ ക്ലോക്കിലൊക്കെ ഇടുന്ന ടൈപ്പ് ചെറിയ ബാറ്ററിയാണ്. ചെക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഡയോഡിൻ്റെ അതായത് LEDയുടെ ആനോഡും കാഥോഡും തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ ഇത് പ്രകാശിക്കുകയുള്ളൂ. ആ ബോർഡിന് പകരം നമ്മൾ ഒരു പവർ സപ്ലൈ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങളാണ് ഇവിടെ ഈ കാണിക്കുന്നത്. ആദ്യമായി റെക്ടിഫയർ ഉണ്ടാക്കാനുള്ള 4 ഡയോഡ്, 474J 400 വോൾട്ടിൻ്റെ ഒരു പോളിസ്റ്റർ കപ്പാസിറ്റർ, 2.2 MFT 400 വോൾട്ടിൻ്റെ ഒരു ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ. ഞാനിവിടെ എടുത്തേക്കുന്നത് 250 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ്. 400 വോൾട്ടിൻ്റെ കപ്പാസിറ്ററാണ് നല്ലത്. ഇത് 100 ഓം ഹാഫ് വാട്ടിൻ്റെ ഒരു റെസിസ്റ്റർ. ഇത്രയും കമ്പോണൻസ് ആണ് നമുക്കൊരു പവർ സപ്ലൈ ഉണ്ടാക്കാനായി ആവശ്യമുള്ളത്. ആദ്യമായി ഡയോഡുകൾ എടുത്ത് ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിനാദ്യം ചെയ്യേണ്ടത് ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്തെ ഒരു സിൽവർ ലൈൻ കാണാം, ആ 2 ലൈനും വരുന്ന ഒരു ഭാഗം കൂട്ടിച്ചേർക്കുക. ഇത് സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. അതിന് ആനോഡും കാഥോഡും എന്നാണ് പറയാറുള്ളത്. അടുത്തത് വരയില്ലാത്ത പോർഷൻ രണ്ടും ഒരുമിച്ച് കൂട്ടിച്ചേർക്കുക. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ ആണ് ഉണ്ടാക്കുന്നത്. AC DC ആക്കാനുള്ള ഒരു റെക്ടിഫയർ സർക്യൂട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനുശേഷം 2 കൂട്ടിച്ചേർത്ത് വെച്ച 2 എണ്ണത്തിൻ്റെയും ഈ വരയില്ലാത്തതും വരയുള്ള ഒരു ഭാഗവും അതുപോലെ തന്നെ അപ്പുറത്തും വരയില്ലാത്തതും വരയുള്ള ഒരു ഭാഗവുമായി കൂട്ടിച്ചേർക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2.2 MFT 400 വോൾട്ടിൻ്റെ കപ്പാസിറ്റർ ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്ത് കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവ്, അതായത് കപ്പാസിറ്ററിൻ്റെ വരയില്ലാത്ത ഭാഗവും കപ്പാസിറ്ററിൻ്റെ വരയുള്ള ഭാഗം ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗത്തും കണക്ട് ചെയ്യുക. ഞാനിവിടെ സോൾഡറിംഗ് അയൺ ഉപയോഗിച്ചാണ് ഇതിനെ ജോയിൻ ചെയ്യുന്നത്. കാരണം ഇതൊരു പഴയ കപ്പാസിറ്റർ ഞാൻ ബോഡിയിൽ നിന്ന് ഇളക്കിയെടുത്തതാണ്. നമ്മൾ പുതിയ കപ്പാസിറ്റർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പിരിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. നല്ല ലീഡിന് നീളമുള്ളതായിരിക്കും പുതിയ കപ്പാസിറ്റർ. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് വരുന്നില്ല. നമുക്കൊരു സോൾഡറിംഗ് അയണിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്കിത് ജോയിൻ ചെയ്യാവുന്നതാണ്. കപ്പാസിറ്ററും കൂടെ കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ട് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി അതിലേക്ക് 474J 400 വോൾട്ടിൻ്റെ ആ പോളിസ്റ്റർ കപ്പാസിറ്റർ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. ഈ കപ്പാസിറ്റർ ജോയിൻ ചെയ്യേണ്ടത് ഡയോഡിൻ്റെ ആനോഡും കാഥോഡും വരുന്ന 2 ഭാഗങ്ങൾ കാണും, അവിടെയാണ്. അതായത് വരയുള്ളതും വരയില്ലാത്തതുമായ 2 ഭാഗങ്ങളുണ്ട്. അതിലൊരു ഭാഗത്ത് ഈ പോളിസ്റ്റർ കപ്പാസിറ്ററും മറ്റൊരു ഭാഗത്ത് 100 ഓം ഹാഫ് വാട്ടിൻ്റെ ഒരു റെസിസ്റ്ററും കണക്ട് ചെയ്യുക. റെസിസ്റ്റർ നമുക്കിപ്പോൾ ലീഡിന് നീളമില്ലാത്ത കാരണം നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുകയാണ്. ഈ സർക്യൂട്ട് വളരെ സിമ്പിളായി നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഇലക്ട്രോണിക്സിനെ കുറിച്ച് ബേസിക് അറിയാത്തവർക്ക് പോലും ഇത് ചെയ്യാവുന്നതാണ്. ഈ സർക്യൂട്ട് നിർമ്മിക്കാൻ 30 രൂപയിൽ താഴെ മാത്രമാണ് നമുക്ക് ചിലവ് വരുന്നത്. ഈ സർക്യൂട്ട് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇലക്ട്രോണിക്സ് സ്പെയർ പാർട്ട് ഷോപ്പുകളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇത്തരം പവർ സപ്ലൈ യൂണിറ്റുകൾ വാങ്ങാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മൾ പവർ സപ്ലൈ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ആ LEDയിൽ കണക്ട് ചെയ്ത് ചെക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇത് AC കൊടുക്കുന്ന ഭാഗം, അവിടെയാണ് DC കൊടുക്കുന്നത്. ആ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൻ്റെ 2 ഭാഗത്താണ് LED യിലോട്ടുള്ള കണക്ഷൻ പോകുന്നത്.
നമുക്ക് AC കൊടുത്ത് LED-യിൽ കണക്ട് ചെയ്ത് ഒന്ന് നോക്കാം. ആ കപ്പാസിറ്ററിൻ്റെ ഭാഗം വരുന്ന പോർഷൻ LED-യുമായി കണക്ട് ചെയ്യുക. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കപ്പാസിറ്ററിൻ്റെ പോസിറ്റീവിൽ പോസിറ്റീവും നെഗറ്റീവിൽ വരെയുള്ള ഭാഗത്ത് നെഗറ്റീവുമാണ് സപ്ലൈ വരുന്നത്. ഏകദേശം DC 180 വോൾട്ടോളമാണ് ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമ്മളിത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. കുട്ടികളെ ഒന്നും അടുത്ത് നിർത്തരുത്. ഞാനിത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക്സുമായിട്ട് അത്രയ്ക്കും അടുപ്പമുള്ളതിൻ്റെ പേരിലാണ് ഇത്രയും സിമ്പിളായിട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആരായാലും ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാനിപ്പം ജസ്റ്റ് ഡെമോ പോലെ ഒന്ന് ചെയ്ത് കാണിക്കുകയാണ്. എങ്ങനെയാണ് സർക്യൂട്ട് ഉണ്ടാക്കി ഇത് വർക്ക് ചെയ്യിപ്പിച്ച് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു ചെറിയ തീപ്പെട്ടിക്കൂടോ മറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്താക്കി ഈ 2 വയർ വീതം പുറത്തേക്കൊക്കെ എടുത്ത് മാത്രം കണക്ട് ചെയ്യുക. LED-യിലോട്ടുള്ള ഭാഗം നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി AC കൊടുത്ത് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അതിനു മുമ്പ് ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി അടിയിലൊരു ഇൻസുലേറ്റർ എന്തെങ്കിലും ഒരു പേപ്പറോ മറ്റോ അടിയിൽ വെക്കാം. ഓക്കെ, എൻ്റെ സ്വിച്ച് ഇടുകയാണ്. ഓക്കെ, പ്രകാശിക്കുന്നുണ്ട്. നമ്മൾ ചെയ്ത പവർ സപ്ലൈ സക്സസ് ആയിരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു പുതിയ സ്റ്റാർ വാങ്ങാൻ പോകുമ്പോൾ എങ്ങനെ പോയാലും അത്യാവശ്യം വില വരുന്നതാണ്. നമുക്കിതിൻ്റെ ഒരു ഔട്ട്പുട്ട് വോൾട്ടേജും കൂടി ഒന്ന് മെഷർ ചെയ്ത് നോക്കിയേക്കാം. മൾട്ടിമീറ്ററിൽ DC റേഞ്ചിലെത്തിയതിന് ശേഷം കപ്പാസിറ്ററിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ചെക്ക് ചെയ്യാം. മീറ്ററിൽ കാണാൻ കഴിയും 185 വോൾട്ടോളമാണ് നമുക്ക് അതിനകത്ത് DC ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ തന്നെ AC വോൾട്ടേജും ഒന്ന് ചെക്ക് ചെയ്തേക്കാം. DC-യിൽ നിന്നും AC-യിലേക്ക് ചേഞ്ച് ചെയ്തതിന് ശേഷം ഇൻപുട്ട് വോൾട്ടേജ് വന്ന് കയറുന്ന പോർഷൻ കപ്പാസിറ്ററിനും റെസിസ്റ്ററിനും മുമ്പായിട്ട് പ്രോബ് വെച്ച് ചെക്ക് ചെയ്യാം. ഇപ്പോൾ 229 വോൾട്ട് AC ആണ് കാണിക്കുന്നത്. ഞാനിതിപ്പോൾ കുറച്ച് വയറൊക്കെ കണക്ട് ചെയ്ത് കുറച്ചും കൂടി വൃത്തിയായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇതിനകത്ത് പറയാൻ വിട്ടുപോയൊരു കാര്യം, ഒരു ഇൻസുലേഷൻ ടേപ്പും കൂടെ വാങ്ങി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന പോർഷനെല്ലാം ഒരു ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് കവർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് വൃത്തിയായിട്ടിരിക്കും. പിന്നെ ഷോർട്ട് ആവാനുള്ള സാധ്യതയും കുറവായിരിക്കും. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി AC കൊടുത്ത് ഒന്ന് കത്തിച്ച് നോക്കുകയാണ്. അങ്ങനെ നമ്മളെ സ്റ്റാർ ശരിയായിരിക്കുന്നു. ഇത് എല്ലാവർക്കും ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വീണ്ടും ഇതുപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.